പരിണയം. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ പഴയ വീട് വിറ്റ് പുതിയ വീടിന്റെ രജിസ്ട്രേഷനും അവർ നടത്തി. അത്യാവശ്യം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു അത്. നടുവിലൂടെ റോഡും ഓപ്പോസിറ്റായി ഫേസ് ചെയ്തിരിക്കുന്ന വീടുകളുമൊക്കെ. എപ്പോഴും ശാന്തമായ അന്തരീക്ഷമായിരുന്നു അവിടുത്തേത്. മുൻപുള്ളതിനേക്കാൾ കുറച്ചുകൂടി സ്പേസ് വീട്ടുമുറ്റത്തുണ്ട്. പോരാത്തതിന് വീട്ടുമുറ്റത്തെ പുൽത്തകിടിയും ചെറിയ ആമ്പൽക്കുളവും ബാൽക്കണിയിലേക്കുള്ള സ്പേസും എന്തോ മുൻപെപ്പോഴോ അവൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഒരു വീടാണതെന്ന് ആരുഹിക്ക് തോന്നിപ്പോയി. വാസുദേവൻ പാർട്ട്ണർഷിപ്പിൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്തു. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണിപ്പോൾ. അങ്ങനെ മൊത്തത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷമാണ് ആരോഹിക്ക് ചുറ്റും. ആരോഹിയും അക്ഷിതും തമ്മിൽ ഇപ്പോൾ വലിയ സംസാരങ്ങളൊന്നുമില്ല. അവൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവൾക്ക് ആലോചിക്കാൻ സമയം നൽകിയിരിക്കുകയാണ് അക്ഷിത്. ഒരിക്കലൊരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായതുകൊണ്ട് തന്നെ ആരോഹിക്ക് ഇനി ഒരു പാർട്ട്ണറെ കണ്ടെത്തുവാൻ വല്ലാത്ത ഭയമുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അക്ഷിത് ഒരു നല്ലവനാണെന്ന് അവൾ മുൻപേ മനസ്സിലാക്കിയതാണ്. പക്ഷെ അവൻ്റെ വീട്, അനന്യെപ്പോലെ ഒരു സഹോദരി, അതൊക്കെ തനിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും? അതോർത്താണ് അവൾക്ക് ടെൻഷൻ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആ രാത്രി ആരോഹിക്ക് ഉറക്കം വന്നില്ല. ഉറക്കം വരാതെ അസ്വസ്ഥമായ മനസ്സോടെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഏറെ നേരം. പിന്നെങ്ങനെയോ ഒരുവിധം പുലർച്ചെയാണ് അവൾ ഒന്നുറങ്ങിയത്. പുതിയ വീടും ഓഫീസും തമ്മിൽ ഏകദേശം 10-15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം മിക്ക ദിവസങ്ങളിലും ആരോഹി നടന്നാണ് ഓഫീസിലേക്ക് പോകുന്നത്. പിന്നെ ഒരുപാട് സമയം താമസിച്ചാൽ സ്കൂട്ടിയിലും പോകും. എന്നത്തെയും പോലെ ആരോഹി ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ അക്ഷിത് വന്നിട്ടുണ്ടായിരുന്നില്ല. അത് അവൾക്കൊരു വല്ലാത്ത ആശ്വാസമാണ് പകർന്നു നൽകിയത്. സീറ്റിലേക്ക് കയറിയിരുന്ന് സിസ്റ്റം ഓൺ ചെയ്ത് തുടങ്ങുന്ന നേരത്താണ് ക്യാബിൻ ഡോർ തുറന്ന് അക്ഷി കയറി വന്നത്. ഗുഡ് മോർണിംഗ് സർ, ആരോഹി അക്ഷിതിനെ നോക്കി പറഞ്ഞു. ഗുഡ് മോർണിംഗ്. അത്രയും പറഞ്ഞുകൊണ്ടവൻ സ്വന്തം സീറ്റിലേക്കിരുന്ന് ലാപ്പ് ഓൺ ചെയ്തു വെച്ചു. ആരോഹി, ഞാൻ 2-3 മെയിൽ അയച്ചിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അക്ഷി പറഞ്ഞതും ആരോഹി തലകുലുക്കി. ശേഷം മെയിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അന്ന് 2-3 വിദേശ കമ്പനികളുമായിട്ടുള്ള മീറ്റിംഗ് കാരണം അക്ഷിത് മുഴുവൻ സമയവും കോൺഫറൻസ് റൂമിൽ തന്നെയായിരുന്നു. ആരോഹി അവനെ ഒന്ന് തനിച്ച് കാണാൻ കാത്തിരിക്കുമായിരുന്നു. ലഞ്ചിന് പോലും അക്ഷിത് ക്യാബിനിലേക്ക് വന്നില്ല. അതുകൊണ്ട് ആരോഹി ഒറ്റയ്ക്കിരുന്നാണ് ആഹാരം കഴിച്ചത്. വൈകുന്നേരം ആരോഹി ഇറങ്ങാൻ തുടങ്ങിയ സമയത്താണ് അക്ഷിത് ധൃതിയിൽ ക്യാബിനിലേക്ക് വന്നത്. അവനെ കാണാതെ പോകേണ്ടി വരുമോ എന്ന ആകുലതയിലായിരുന്നു അവൾ. അവൻ്റെ ആ വരവ് അവൾക്ക് വലിയ ആശ്വാസമായി. ആരോഹി പോകാൻ തുടങ്ങിയെങ്കിലും അക്ഷിതിനെ തന്നെ നോക്കി നിന്നു. സിസ്റ്റത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി അക്ഷിത് ചോദിച്ചു, എന്തുപറ്റി ആരോഹി, പോകുന്നില്ലേ? അവൻ്റെ ഗൗരവമുള്ള ശബ്ദം ആലോചനയിൽ നിന്ന് അവളെ ഉണർത്തി. പോവാണ് സർ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. പിന്നെയൊന്നും നിന്ന ശേഷം മെല്ലെ തിരിഞ്ഞു നോക്കി. എന്തെങ്കിലും പറയാനുണ്ടോ തനിക്കെന്നോട്? പെട്ടെന്ന് അവൻ ചോദിച്ചു. പറയാനുണ്ട് എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. എങ്കിൽ പറഞ്ഞിട്ടു. സിസ്റ്റത്തിൽ നിന്ന് മുഖമൊടുക്കാതെയാണ് അക്ഷിത് അത് പറഞ്ഞത്. സാറെന്ന് ഒരു കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചിരുന്നില്ലേ? ചെറിയ മുഖവുരോടെ ആരോഹി സംസാരിച്ചു തുടങ്ങി. ഞാൻ അതേപ്പറ്റി ആലോചിച്ചു. അക്ഷിതിൻ്റെ ചുണ്ടിൽ ചെറിയ ചിരി വിടർന്നു. ആരോഹിയുടെ തീരുമാനം എന്താണെന്ന് അവൻ ഏകദേശം മനസ്സിലായിരുന്നു. എങ്കിലും അത് അവളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന ആഗ്രഹത്താൽ മനസ്സിലാകാത്ത ഭാവത്തിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് പറ, താൻ എന്ത് തീരുമാനം എടുത്തു? ക്ഷമ നശിച്ചാണ് അക്ഷിത് ചോദിച്ചത്. അത് എനിക്ക് സമ്മതാണ്, ആരോഹി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അത് കേട്ടതും അക്ഷിത് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വന്നു. അവൻ അടുത്തേക്ക് വരുന്ന കണ്ടതും ആരോഹി വേഗം ഡോർ തുറക്കാൻ തുനിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം അക്ഷിതിൻ്റെ പിടി അവളുടെ കൈത്തണ്ടയിൽ മുറുക്കി. ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പോകുന്നത് ശരിയാണോ? അവിടെ നിൽക്ക്, എന്നിട്ട് പറ. എന്ത്? ഐ ലവ് യു എന്ന്. ഏതോ സിനിമാ സീൻ ഓർമ്മിപ്പിക്കും വിധം അക്ഷിത് അത് പറഞ്ഞതും ഇരുവരും ഒരുപോലെ ചിരിച്ചുപോയി. ആരോഹിയുടെ കവളിൽ നേരിയ പ്രണയ ചുവപ്പ് പടർന്നു.
അപ്പൊ കാര്യങ്ങൾ എങ്ങനെയാ? ഞാൻ എത്രയും പെട്ടെന്ന് തന്റെ വീട്ടിലേക്ക് വരട്ടെ? അക്ഷിത് അവളുടെ ചുമലിൽ കൈവച്ച് മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആരോഹിയുടെ മുഖം വീണ്ടും താഴ്ന്നു. അവൻ ആ മുഖം കൈക്കുമ്പിളിലെടുത്ത് ഇരു കണ്ണുകളിലേക്കും മാറി മാറി നോക്കി. അതേ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. ആരോഹി കണ്ണുകൾ ഇറുക്കിയടച്ചു. തൊട്ടടുത്ത നിമിഷം അക്ഷിതിന്റെ അതരങ്ങൾ അവളുടെ നെറ്റിയിലമർന്നു. പിന്നെ ഒന്നും ആലോചിക്കാതെ അവൾ ക്യാബിൻ ഡോർ വലിച്ചു തുറന്ന് അവന്റെ പിടിയിൽ നിന്ന് ഓടി. ഓടുമ്പോഴും അവളുടെ പൊട്ടിച്ചിരി അവന് കേൾക്കായിരുന്നു. അതുപോലൊരു ചിരി അക്ഷിതിന്റെ ചുണ്ടിലും വിടർന്നു. അന്ന് വല്ലാത്ത സന്തോഷത്തോടെയാണ് അക്ഷിത് വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തുമ്പോൾ ആനന്ദനും ഓർമ്മളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛാ, അമ്മ നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അനന്യയല്ലേ എവിടെ? അവൻ ചുറ്റും നോക്കി ചോദിച്ചു. അനന്യ റൂമിലാണ് മോനെ, കുളിക്കുവാകും. അല്ലിമോൾ ഇപ്പോൾ വരും, ഓർമ്മള പറഞ്ഞു. എങ്കിൽ ശരി, എല്ലാവരും വന്നിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ പറയാം. കാര്യം എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് പോ മോനെ, ഓർമ്മള ചോദിച്ചു. അത് സർപ്രൈസ്. ആരോടൊന്നും പറയാതെ അവനൊരു ചിരിയോടെ നേരെ മുകളിലേക്ക് കയറി. അവൻ പോയതും ഓർമ്മള സന്തോഷത്തോടെ ആനന്ദിന്റെ അടുത്തിരുന്നു. എന്തു പറ്റി ആനന്ദേട്ടാ? അക്ഷിക്ക് ഇത്ര സന്തോഷം? കമ്പനിക്ക് പുതിയ ടെൻഡർ വല്ലതും കിട്ടിയോ? ഏയ്, എനിക്കൊന്നും അറിയില്ലടോ. അവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. സർപ്രൈസ് ആണെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും സന്തോഷ വാർത്ത തന്നെയാകും, ആനന്ദനും ആഹ്ലാദത്തോടെ പറഞ്ഞു. അതും പറഞ്ഞ് അക്ഷി പോയതിനു ശേഷവും ഓർമ്മളയ്ക്ക് ഇരുന്നിട്ട് ഇരു പുറയ്ക്കുന്നുണ്ടായിരുന്നില്ല. അവർ അതീവ സന്തോഷത്തോടെ അനന്യ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അവളോട് കാര്യം പറഞ്ഞു. ഊർമിളയുടെ വായിൽ നിന്നും കേട്ട വാക്കുകൾ അനന്യയിലൊരു വല്ലായ്മ നിറച്ചു. എന്താവും എല്ലാവരോടും ഇത്ര കാത്തിരുന്നേട്ടന് പറയാനുള്ളത്? അവളുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു. ആദ്യം പ്രിയങ്കയെ ഫോൺ വിളിച്ച് കാര്യം പറയാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് അവൾ കരുതി ആദ്യം കാര്യം എന്താണെന്ന് അറിയട്ടെ, എന്നിട്ടാവും വിളിയും പറച്ചിലും ഒക്കെയെന്ന്. എങ്ങനെയോ കാത്തുകാത്തിരുന്നു ഒരുവിധം 8 മണിയായി. അല്ലയാണ് മുകളിലേക്ക് ചെന്ന് അക്ഷതിനെ ആഹാരം കഴിക്കാൻ വിളിച്ചുകൊണ്ട് വന്നത്. എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നു. എന്താ ഏട്ടാ, ഏട്ടന് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആവേശത്തോടെ അല്ലി ചോദിച്ചു. അക്ഷത നേരെ ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ മെല്ലെ പറഞ്ഞു തുടങ്ങി. എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. ചെറുചിരിയോടെ അക്ഷതത് പറഞ്ഞതും എല്ലാവർക്കും ഒരുതരം ഞെട്ടലായിരുന്നു. എന്നുവെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ആനന്ദൻ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനേ അവനോട് ചോദിച്ചു. മറ്റൊന്നുമില്ല, എനിക്കൊരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓർമ്മിളയ്ക്കും ആനന്ദനും അല്ലിക്കും സന്തോഷമായി. പക്ഷെ അനന്യ മാത്രം ഇനിയും എന്തൊക്കെയോ അറിയാനുണ്ട് എന്ന ഭാവത്തിൽ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ലാതെ ഒരേ ഇരിപ്പിരുന്നു. ഏട്ടനാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അനന്യ മെല്ലെ ചോദിച്ചു. അതിനും മറുപടി ഒരു ചിരിയായിരുന്നു അക്ഷതിന്റെ ഭാഗത്തു നിന്ന്. അച്ഛാ, എൻ്റെ പുതിയ PS ഇല്ലേ, ആരോഹി, എനിക്ക് ആ കുട്ടിയോടൊരു ഇഷ്ടമുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഞാൻ എൻ്റെ ഇഷ്ടം ആ കുട്ടിയോട് പറഞ്ഞിട്ട്. ഇന്നാണ് അവൾ എനിക്കൊരു പോസിറ്റീവ് റിപ്ലൈ തന്നത്. അധികം വൈകിപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം ആരോഹിയുടെ വീട്ടിലേക്ക് പോകാം. അക്ഷിത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. അനന്യ ഇരുന്നിടത്തുനിന്ന് ചാടി എഴുന്നേറ്റു. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല ഏട്ടാ. ആ ആഗ്രഹം ഏട്ടന്റെ മനസ്സിൽ 8ആയിട്ട് മടക്കി വെച്ചോളൂ. അതുകൊള്ളാം. അതൊക്കെ അനന്യാണോ തീരുമാനിക്കുന്നത്? ഞാൻ ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് എൻ്റെ പേഴ്സണൽ മാറ്ററാണ്. അനന്യയുടെ ആ സംസാരവും ആനന്ദനും തീരെ ഇഷ്ടപ്പെട്ടില്ല. ഊർമിള അനന്യെ അടക്കി നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അമ്പിനും വില്ലിനും അടുക്കാത്തതുപോലെ എഴുന്നേറ്റ് നിന്ന് ദേഷ്യത്തോടെ അക്ഷതിനെ നോക്കുകയാണ്. അനന്യ, നീയൊന്നവിടെ ഇരിക്കുക, ഊർമിള അല്പം ദേഷ്യത്തോടെ പറഞ്ഞതും അനന്യ കസേരയിലേക്ക് തന്നെ വീണ്ടും ഇരുന്നു. അമ്മ എന്തിനാ എന്നെ അടക്കി നിർത്താൻ നോക്കുന്നത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അവൾ ഏട്ടനെ വല വീശി പിടിക്കാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയതാണെന്ന്. അന്ന് നിങ്ങളെല്ലാവരും ഇതുപോലെ എന്നെ കുറ്റപ്പെടുത്തി. ഇപ്പൊ കണ്ടോ, ഏട്ടന്റെ വായിൽ നിന്ന് തന്നെ സത്യങ്ങൾ പുറത്തു വന്നു. തൽക്കാലം എല്ലാവരും ആഹാരം കഴിക്കും. ഊണുമേശ വെച്ച് തർക്കം വേണ്ട.
ആനന്ദൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞതും പിന്നീട് ആരും അതേക്കുറിച്ചൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചെഴുന്നേറ്റു. അക്ഷിത മുകളിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്തായിരുന്നു ആനന്ദൻ അവനെ പിന്നിൽ നിന്ന് വിളിച്ചത്. അക്ഷി, നീ ഒന്ന് വന്നേ, നമുക്കല്പം സംസാരിക്കാം. അക്ഷിതിനെയും വിളിച്ചുകൊണ്ട് ആനന്ദൻ നേരെ ലിവിംഗ് റൂമിലേക്കാണ് പോയത്. ഊർമിളയും ആനന്ദന്റെ അരികിലേക്ക് വന്നിരുന്നു. അക്ഷി, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ കുറച്ചു മുന്നേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്? എന്താച്ചാ, ഇതൊക്കെ ആരെങ്കിലും തമാശ പറയോ? അങ്ങനല്ല മോനെ, ഇതത്ര ചെറിയ കാര്യമല്ല, അറിയാലോ. പിന്നീട് ഒരിക്കൽ പോലും ഈ തീരുമാനം ഒരിക്കലും തെറ്റായിപ്പോയെന്ന് എൻ്റെ മകന് തോന്നാൻ പാടില്ല. അച്ഛാ, അക്ഷിത് ആനന്ദന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അയാളുടെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. ആരോഹി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. അവൾക്കും അതുപോലെയാണ്. നല്ല കുട്ടിയാണ് അച്ഛാ. അക്ഷിതിന്റെ വാക്കുകളിലെ സത്യസന്ധത തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ പിന്നീട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് അവനെ വിഷമിപ്പിക്കാൻ ആനന്ദന് മുതിർന്നില്ല. ഊർമിള ഇരുവരുടെ ഈ സംസാരം കേട്ട് മറുത്തൊന്നും പറയാതിരിക്കുകയായിരുന്നു. എങ്കിൽ പിന്നെ നല്ലൊരു ദിവസം നോക്കി നമുക്ക് ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോകാം, അല്ലേ? ആനന്ദൻ ഊർമിളയെ നോക്കി ചോദിച്ചതും അവർ അത് ശരിവെച്ചെന്നതുപോലെ തലയനക്കി നിറഞ്ഞ മനസ്സോടെ അക്ഷിത അവൻ്റെ മുറിയിലേക്ക് പോയി. അതേസമയം ആരോഹി തൻ്റെ വീട്ടില് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുവാണ്. സാവധാനമാണ് അവൾ കഴിക്കുന്നത്. ആ ഇരിപ്പും ഇടയ്ക്കിടയ്ക്ക് വസതിക്ക് വാസുദേവനും നേർക്കുള്ള നോട്ടവും കണ്ടാൽ അവൾക്ക് അവരോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് തോന്നും. എന്തു പറ്റിയാരോ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളോട്? അവളുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കി വസുധ ചോദിച്ചു. അത് പിന്നെ അമ്മേ. എന്താ മോളെ, കാര്യം പറ. അത് അക്ഷിത് സാർ ഇന്നും എന്നോട് ചോദിച്ചു, ആ പ്രൊപ്പോസലിന് സമ്മതാണോന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് സമ്മതാണെന്ന്. ചെറുചിരിയോടെ ആരോഗ്യം പറഞ്ഞു നിർത്തിയതും ആ ചിരി അതേപോലെ തന്നെ വാസുദേവന്റെയും വസ്തുതയുടെയും മുഖത്തേക്കും വ്യാപിച്ചു. സത്യാണോ മോളെ നീ പറയുന്നേ? അതെ അമ്മേ, സാറ് പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് സാറിന്റെ പേരൻസിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വരാമെന്നാണ്. നല്ല കാര്യം, നന്നായി തന്നെ നടക്കട്ടെ മോളെ. നീ നല്ലതുപോലെ ആലോചിച്ചെടുത്തതല്ലേ ഈ തീരുമാനം? വസുത ഒന്നുകൂടി ഉറപ്പിക്കുവാനായി ആരോഗ്യോട് ചോദിച്ചു. അതെ അമ്മേ. പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ ആരോഗ്യ പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചു തീർത്ത് മുകളിലെ റൂമിലേക്ക് ചെന്നു. പടികൾ പാതി കയറിയപ്പോൾ തന്നെ മുറിയിലിരിക്കുന്ന തന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് ആരോഹി നടത്തം വേഗത്തിലാക്കി. ഓടിച്ചെന്ന് ഫോണെടുത്ത് നോക്കിയ അവൾ സ്ക്രീനിൽ അക്ഷതിന്റെ പേര് കണ്ടതും ഒരു ചെറുനാണത്തോടെ ആൻസർ ബട്ടൺ ടച്ച് ചെയ്തു. ഹലോ. ആരോഹിയാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. ആരോഹി, ഞാൻ നമ്മുടെ കാര്യം എൻ്റെ വീട്ടിൽ പറഞ്ഞു. പെട്ടെന്ന് അക്ഷതിന്റെ നാവിൽ നിന്ന് അത് കേട്ടതും ആരോഹിക്കൊരു വെപ്രാളം തോന്നി. എന്നിട്ട് അവൾ മെല്ലെ ചോദിച്ചു, എന്നിട്ട് എന്തായി സർ? ഇവിടെ എല്ലാവർക്കും സമ്മതമാണ്. അച്ഛനും പറഞ്ഞു ഒരു നല്ല ദിവസം നോക്കി അവിടേക്ക് വരണമെന്ന്. പിന്നെ ഒരു കാര്യം, വിവാഹം അധികം വെച്ച് താമസിപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കേട്ടോ. ആരോഗ്യയുടെ താല്പര്യം കൂടി അറിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്നാക്കാം. സംസാരത്തിൽ കുറുമ്പ് നിറച്ചാണ് അക്ഷിത സംസാരിക്കുന്നത്. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ സാർ. ആദ്യം സാറിന്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വരട്ടെ. ആരോഹി പറഞ്ഞപ്പോൾ അക്ഷിതിനും തോന്നി അതാണ് ശരിയെന്ന്. താൻ കുറച്ച് കൂടുതൽ ആവേശം കാണിക്കുന്നുണ്ട് ആരോഹിയുടെ കാര്യത്തിൽ. അക്ഷിത് സ്വയം ചിന്തിച്ചു. പിന്നെല്ലാം പെട്ടെന്നായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി ഓടിമറിഞ്ഞു. ഒരിക്കൽ അക്ഷിതിന്റെ അച്ഛൻ ആനന്ദൻ വാസുദേവനെ വിളിച്ച് സംസാരിച്ചു. പിന്നാലെ ഊർമിള വസുദേയെയും. അക്ഷിതിന്റെ വീട്ടുകാർക്ക് അതീവ താല്പര്യമാണെന്നറിഞ്ഞ് വാസുദേവനും വസുതയ്ക്കും കൂടുതൽ സന്തോഷം നൽകി. അങ്ങനെ ഏറ്റവും അടുത്തൊരു ഞായറാഴ്ച തന്നെ അക്ഷിതും വീട്ടുകാരും ചേർന്ന് ആരോഹിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനമായി. വസുത നേരിട്ടാണ് മാരിത്ത് പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. ഹാളിലിരുന്ന കൃഷ്ണമേനോനോടും സുധർമ്മയോടും കാര്യങ്ങളെല്ലാം പറയുകയാണ് വസുത. ഒരു ചെവിയാൽ ഇതെല്ലാം കേട്ട് ഗായത്രി ഒന്നും അറിയാത്ത പോലെ അവർക്കടുത്തേക്ക് വന്നു. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രണയമാണോ വസുതേ നിന്റെ മകൾക്ക് ആ ചെക്കനോട്? പെട്ടെന്ന് ഗായത്രിയുടെ സംസാരം കേട്ടതും വസുത രൂക്ഷമായി അവരെ നോക്കി. കാര്യം ഗായത്രിയടുത്തി ഒളിഞ്ഞു നിന്നാണ് കേട്ടതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായി തന്നെ കേട്ടതല്ലേ. പിന്നെന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ടൊരു ചോദ്യം?
ആരോഹിക്ക് അങ്ങനെ ഒരു പ്രണയം മുമ്പൊന്നും ഇല്ലായിരുന്നുവെന്ന് ഏട്ടത്തിക്കും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇങ്ങനൊരു സംസാരത്തിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ മകനെ മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കുന്നു. അതുപോലെ ഞാനും എൻ്റെ മകളെ വേറൊരു യോഗ്യനായ പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. ഇതിനെ അങ്ങനെ കണ്ടാൽ പോരെ? വസുധ തീർത്തും നിസ്സാരമായി ചോദിച്ചതും ഗായത്രി മറുപടി പറയാതെ നിന്ന് വിക്കി. അയ്യോ വസുധേ, ഞാനങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. പിന്നെ അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഗായത്രി പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ വസുധ നോട്ടം കൃഷ്ണമേനോനും സുധർമ്മയ്ക്കും നേരെയാക്കി. അച്ഛനും അമ്മയും വരില്ലേ? ആ പയ്യന്റെ വീട്ടുകാര് നാളെ വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞത്. അതിനെന്താ മോളെ, ഞങ്ങൾ രണ്ടാളും രാവിലെ തന്നെ അവിടെ എത്തിക്കോളാം. അപ്പോഴാണ് ശബരിയും വന്നത്. വസതിക്കെന്തോ ശബരിയോട് പിണക്കം കാണിക്കാൻ തോന്നിയില്ല ആ സമയം. ഏട്ടാ, ആരോഹിക്ക് നല്ലൊരു വിവാഹാലോചന ഒത്തുവന്നിട്ടുണ്ട്. നാളെ ആ പയ്യനും വീട്ടുകാരും പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നുണ്ട്. ഏട്ടൻ വരണം, വസുധ ശബരിയോട് പറഞ്ഞു. വസ്തിയുടെ വാക്കുകൾ ശബരിയിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറച്ചു. കാര്യം കുറേയേറെ മാസങ്ങളായിരുന്നു വസ്തിയും ശബരിയും പരസ്പരം സംസാരിച്ചിട്ട്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. ആരോഹിയുടെ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയ അനന്യയെ ഊർമിള കുറേ നിർബന്ധിച്ചാണ് ഒടുവിൽ കൂട്ടിക്കൊണ്ടുപോയത്. അക്ഷിത് ഒരു ഒലീവ് ഗ്രീൻ കളർ ഷർട്ടും ബേജ് നിറത്തിലുള്ള പാൻറ്റുമാണ് ധരിച്ചിരിക്കുന്നത്. പതിവിനേക്കാൾ കൂടുതൽ സുന്ദരനായിരുന്നു അന്നവൻ. മുഖത്ത് ഗൗരവത്തിന് പകരം നിറഞ്ഞു ചിരിയാണ്. ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ പോകുന്ന ഒരുവന്റെ സന്തോഷം അതവന്റെ മുഖത്തും കണ്ണിലും തെളിഞ്ഞു കണ്ടു. അതേസമയം ആരോഹിയുടെ വീട്ടിൽ രാവിലെ തന്നെ കൃഷ്ണമേനോനും സുധർമ്മയും എത്തിയിരുന്നു. വാസുദേവൻ അങ്ങനെ പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല. കൃഷ്ണമേനോന് പിന്നാലെ ശബരിയും അവിടേക്ക് വന്നു. ശബരിക്കൊപ്പം വിളിക്കാത്ത അതിഥിയെപ്പോലെ ഗായത്രിയും. വസുധ മറുത്തൊന്നും പറയാൻ പോയില്ല. തങ്ങളുടെ മകളുടെ ജീവിതത്തിലെ ഒരു ശുഭകാര്യം നടക്കാൻ തുടങ്ങുന്ന സമയമായതുകൊണ്ട് തന്നെ അവരതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചു. ആരോഹിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അക്ഷതിൻ്റെ അമ്മയും അച്ഛനെയും നേരിൽ കാണാൻ പോകുന്നത്. അവളൊരു ഡാർക്ക് ഗ്രീൻ കളർ സിൽവർ സെറ്റായിരുന്നു ധരിച്ചത്. മുടി മൊത്തത്തിൽ അഴിച്ചിട്ട് നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും ചുണ്ടിൽ അല്പം ലിപ്സ്റ്റിക്കും മാത്രം. വല്ലാത്തൊരു സൗന്ദര്യമുണ്ടായിരുന്നു അന്നവൾക്ക്. മുകളിൽ നിന്ന് ഒരുങ്ങിയിറങ്ങി താഴേക്ക് വന്ന ആരോഹി ഗായത്രി കണ്ണെടുക്കാണ്ട് നോക്കി നിന്നു. എന്തൊക്കെ പറഞ്ഞാലും ആരോഹിയുടെ സൗന്ദര്യത്തെ വെല്ലുന്ന ഒരു പെണ്ണിനെ താൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഗായത്രി മനസ്സിലോർത്തു. ആ സമയം അവർക്ക് മാൻവിയുടെ മുഖവും ഓർമ്മ വന്നു. പെട്ടെന്നായിരുന്നു മുറ്റത്തേക്കൊരു BMW X7 വന്നു നിന്നത്. ഡ്രൈവർ സീറ്റിൽ നിന്നിറങ്ങിയത് അക്ഷിത്. പിന്നാലെ ആനന്ദനും ഭാര്യയും 2 പെൺമക്കളും. ഗായത്രിയുടെ കണ്ണ് തള്ളിപ്പോയിരുന്നു. അവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല ആരോഹിയുടെ ചെക്കൻ അക്ഷിതായിരിക്കുമെന്ന്. വരൂ വരൂ, എല്ലാവരും അകത്തേക്ക് വരൂ. വസുതയും വാസുദേവനും കൂടി അവർക്കടുത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. അതീവ താല്പര്യമില്ലായ്മയോടെയാണ് അനന്യ നടക്കുന്നത്. ശേഷം ഇരു കുടുംബങ്ങളും അവർക്കൊപ്പം നിന്നവരെയെല്ലാം പരസ്പരം പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നാലെ തന്നെ വസുധ പകർന്നു നൽകിയ ചായയുമായി ആരോഹി അവർക്കടുത്തേക്ക് ചെന്നു. ആദ്യം ചായ നൽകിയത് അക്ഷിതനാണ്. ട്രെയിൽ നിന്ന് ഒരു കപ്പ് കാപ്പി ചായ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഇടങ്കണ്ണിട്ടൊന്ന് ആരോഹിയെ നോക്കിയവൻ. അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് അവനു വേണ്ടി മാത്രമുള്ളതായിരുന്നു. പിന്നാലെ അക്ഷിതിന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിമാർക്കും ചായ കൊടുത്ത് ചെറുചിരിയോടെ ആരോഹി വസ്തുക്കരികിലേക്ക് ചെന്ന് നിന്നു. കുട്ടികൾക്ക് തമ്മിൽ പരസ്പരം എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ആനന്ദൻ ആ സമയത്ത് എല്ലാവരുടെയും സമ്മർദ്ദം ഒന്ന് ലഘൂകരിക്കുവാനായി ചോദിച്ചു. അവിടെ ഒരു കൂട്ടച്ചിരി മുഴങ്ങി. എല്ലാ ദിവസവും പരസ്പരം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന 2 പേരാണ് അക്ഷിതും ആരോഹിയും. അവർക്കിനി ഇതിൽ കൂടുതൽ എന്ത് സംസാരിക്കാനാണ് എന്നൊരു ഭാവമാണ് എല്ലാ മുഖങ്ങളിലും. എന്തായാലും ചടങ്ങുകളൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ അല്ലേ? കൃഷ്ണമേനോൻ പറഞ്ഞതും എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അക്ഷിതും ആരോഹിയും ബാൽക്കണിയിലേക്ക് നടന്നു. ആരോഹിയാണ് മുൻപേ നടക്കുന്നത്. അവൾക്ക് പിന്നാലെ അക്ഷിതും. തനിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബാൽക്കണി റെയിലിങ്ങിൽ കൈ ചേർത്തുകൊണ്ട് ആരോഹിയോടായി അക്ഷിത് ചോദിച്ചു. ചിരി അടക്കി പിടിച്ചാണ് അവൻ ചോദിക്കുന്നത്. ആരോഹിക്കും ചിരി വരുന്നുണ്ട്. ഇങ്ങനെയൊരു മൊമെന്റ് ഒന്നും. ആനന്ദൻ വാസുദേവനെ നോക്കി ചോദിച്ചു.
വാസുദേവൻ ചിരിയോടെ വസുദേയെയും, ഇനിയൊരു ദിവസം നിങ്ങൾ എല്ലാവരും ചേർന്ന് അവിടേക്ക് വാ. അതിനുശേഷം നമുക്ക് അധികം താമസിക്കാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ ആ പെണ്ണുകാണൽ ചടങ്ങ് കഴിഞ്ഞു. അവരെല്ലാവരും പോകാനിറങ്ങിയ സമയം അല്ലി ഓടിച്ചെന്ന് ആരോഹിയുടെ കയ്യിൽ പിടിച്ചു. പോയിട്ട് വരട്ടെ ചേച്ചി. ആരോഹി സ്നേഹത്തോടെ അവളെ നോക്കി തലകുലുക്കി. അല്ലിക്ക് പിന്നാലെ ഊർമിളയും വന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ. എന്റെ അക്ഷയുടെ സെലക്ഷൻ സൂപ്പർ. ഊർമിള പറഞ്ഞപ്പോഴും അതേ ചിരിയോടെ നിന്നതേയുള്ള ആരോഹി. അനന്യ ഈ സ്നേഹപ്രകടനങ്ങൾ ഒന്നും കാണാൻ നിൽക്കാണ്ട് ആദ്യം തന്നെ പുറത്തേക്ക് ഇറങ്ങി. സന്തോഷത്തോടെ തന്നെ അക്ഷിതിനെയും കുടുംബത്തെയും യാത്രയാക്കി അവരെല്ലാവരും. പിന്നീട് ആരോഗ്യയുടെ അക്ഷിതിന്റെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. അധികം താമസിക്കാതെ തന്നെ വസുദേയും കുടുംബവും അക്ഷിതിന്റെ വീട്ടിലേക്ക് പോയി. അവർക്കൊപ്പം ഗായത്രിയും ഉണ്ടായിരുന്നു. വീട്ടുമുറ്റത്തേക്ക് ചെന്നിറങ്ങി ആ പടുകൂറ്റൻ ബംഗ്ലാവ് കണ്ടപ്പോൾ തന്നെ ഗായത്രിയുടെ കണ്ണു മിഴിഞ്ഞു പോയി. അവർ സ്വന്തം മകന്റെ ജീവിതവുമായി ആരോഗ്യയുടെ അക്ഷിതിന്റെയും ജീവിതത്തെ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചു. ഓ, എന്ത് ഭാഗ്യവതിയാണ് ആ പെണ്ണ്! ഒന്നുമില്ലാത്തടത്തൊന്നും ഇത്രയും നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടിയല്ലോ. ഗായത്രി അസൂയയോടെ മനസ്സിലോർത്തു. അതേസമയം പുറമേ നിന്ന് കാണുന്നത് പോലെ ആയിരുന്നില്ല ആ വീടിന്റെ ഉള്ളിൽ. അകത്തേക്ക് കയറിയപ്പോൾ ഒരു കൊട്ടാരത്തെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള ഇന്റീരിയറും ഫർണിച്ചറുകളും കണ്ട് വസുദേയുടെയും വാസുദേവന്റെയും മനസ്സ് നിറഞ്ഞു. തങ്ങളുടെ മകൾക്ക് കിട്ടിയ സൗഭാഗ്യമോർത്ത് അവർ സന്തോഷിച്ചു. പിന്നീട് വിവാഹത്തിന്റെ തീയതി വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞ ശേഷമാണ് ആരോഹിയുടെ കുടുംബം അടങ്ങിയത്. അക്ഷിതിന്റെ വീട്ടുകാർക്ക് എൻഗേജ്മെന്റ് നടത്തുന്നതിനോട് താല്പര്യമില്ല. ആരോഹിയുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയാണ് അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ചിലവുകൾ ഒരുപാടായാൽ അത് അവർക്ക് താങ്ങാനാവില്ലെന്ന ചിന്ത ആനന്ദനും അക്ഷിതിനും ഒരുപോലെ ഉണ്ടായിരുന്നു. അതേസമയം അനന്യ സ്വസ്ഥതയില്ലാതെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. പ്രിയങ്ക കുറച്ച് ദിവസങ്ങളായി വിദേശത്താണ്. പലതവണ പ്രിയങ്കയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഫലം കണ്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രിയങ്കയുടെ ഫോണിൽ നിന്നും അനന്യയ്ക്ക് കോൾ വരുന്നത്. എൻ്റെ പ്രിയേ, നീ എവിടെയായിരുന്നു ഇത്ര ദിവസം? എൻ്റെ പൊന്നു മോളെയൊന്നും പറയണ്ട. ഫാമിലിക്കൊപ്പമായിരുന്നു. ഫോണൊന്നും കൈകൊണ്ട് തൊടാൻ പോലും ആരും സമ്മതിച്ചില്ല. നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു വന്നു. പ്രിയങ്ക അതീവ സന്തോഷത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നു. ഉടനെ ഇവിടെ ഒരു കല്യാണം നടക്കും. അനന്യ കാര്യത്തിലേക്ക് കടക്കാതെ പറഞ്ഞപ്പോൾ പ്രിയങ്കയ്ക്ക് കൗതുകമായി. നീ കല്യാണം കഴിക്കാൻ പോവാണോ അനു? ആരാ പയ്യൻ? നിന്റെ ഓഫീസിലെ വരുണാണോ അതോ നിന്റെ ഫ്രണ്ട് രാഹുലാണോ? ഇന്ന് നീ ഓൺലൈനിൽ ഇടയ്ക്ക് ചാറ്റ് ചെയ്യാറുള്ള മറ്റേ പയ്യൻ മിഥുൻ, അവനെങ്ങാനും ആണോ? പ്രിയങ്കയുടെ ആ സംസാരം അനന്യെ ദേഷ്യം ഉണ്ടാക്കി. ദേ പ്രിയേ, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്. നീയാണ് ഇനി ശരിക്കും ഞെട്ടാൻ പോകുന്നത്. ഞാനോ? നീ കാര്യം തെളിച്ചു പറയാനോ? പ്രിയങ്ക പെട്ടെന്നങ്ങ് സീരിയസ് ആയി. എടി, ഏട്ടൻ വിവാഹം കഴിക്കാൻ പോകുന്നു. അനന്യ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രിയങ്കയ്ക്ക് അതൊരു വലിയ ഞെട്ടലായിരുന്നു. അക്ഷിതോ? അവൾ ഉറപ്പിക്കുവാനായി വീണ്ടും ചോദിച്ചു. അതെ, അക്ഷിതേട്ടൻ. അല്ലാതെ എനിക്ക് വേറെ ഏട്ടന്മാരാരും ഇല്ലല്ലോ. എടി, അക്ഷിത വിവാഹം കഴിക്കാനോ? ആര്? പെട്ടെന്ന് തന്നെ പ്രിയങ്കയുടെ ശബ്ദം രൂക്ഷമായി. ആരെ ആയിരിക്കും? നീ ഒന്ന് ഗസ് ചെയ്തേ. ആരോഹിയെ. പ്രിയങ്ക പാതിയിൽ പറഞ്ഞു നിർത്തിയതും അനന്യ അത് ശരിവെച്ചു. ദേഷ്യം കൊണ്ട് പ്രിയങ്കയുടെ കടപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. എന്നാലും ആ ദരിദ്രവാസി പെണ്ണിനെയൊക്കെ എന്ത് കണ്ടിട്ടാ അക്ഷിത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്? അക്ഷിതിന് അവളോട് പ്രണയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് അത് അവിടെ തീരുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പോ വിവാഹം കഴിക്കുന്ന സ്റ്റേജ് വരെ എത്തിയോ? അത് മാത്രമല്ല, രണ്ട് വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും ചെയ്തു. വിവാഹത്തിന് ഡേറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടാ അവളുടെ വീട്ടുകാർ ഇവിടെ നിന്ന് മടങ്ങിയത്. അനന്യയുടെ വാക്കുകൾ പ്രിയങ്കയിൽ വല്ലാത്തൊരു നടുക്കമാണ് ഉണ്ടായത്. കഴിഞ്ഞ 1 മാസമായി പ്രിയങ്ക ഫോൺ ഉപയോഗിക്കാതെ കസിൻസിനൊപ്പം വിവിധ രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യുമായിരുന്നു. പ്രിയങ്ക വല്ലായ്മയോടെ ബെഡിലേക്കിരുന്നു. എന്ത് ചെയ്യുവാനോ? നീ അത് എന്നോടാണ് ചോദിക്കുന്നേ? മുൻപ് നീ തന്നെയല്ലേ പറഞ്ഞത് നിന്റെ കയ്യിൽ എന്തൊക്കെയോ പദ്ധതികളുണ്ടെന്ന്, അവരുടെ വിവാഹം മുടക്കാൻ അതെടുത്ത് പ്രയോഗിക്കുമെന്ന്. ഇനി എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ബെഡിലേക്ക് തളർച്ചയോടെ ഇരുന്ന പ്രിയങ്ക പെട്ടെന്ന് അതീവ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. നീ നോക്കിക്കോ അനു, അക്ഷിതിന്റെ വിവാഹം നടക്കും. പക്ഷേ വധു ഒരിക്കലും ആരോഗ്യമായിരിക്കില്ല. അക്ഷിത് ആരെങ്കിലും താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായും ഈ പ്രിയങ്കയായിരിക്കും. വേരോടെയുള്ള പ്രിയങ്കയുടെ വാക്കുകൾ അനന്യയ്ക്ക് ആശ്വാസമായി.
അതേ പ്രിയെ, എൻ്റെ ഏട്ടൻ്റെ വധുവായി ഈ വീടിൻ്റെ പടി ചവിട്ടേണ്ടത് നീയാണ്. അല്ലാതെ കണ്ട് ചേറിലും ചെളിയിലും കിടക്കുന്ന ദരിദ്രവാസി പെണ്ണല്ല. നമ്മൾ ഒരു കാരണവശാലും ഇത് അനുവദിച്ചു കൊടുക്കരുത്. അനന്യ പറയുന്നതിനിടയിൽ തന്നെ മറുഭാഗത്തു നിന്നും പ്രിയങ്ക കോൾ കട്ട് ചെയ്തിരുന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഇതിനിടയിൽ ആരോഗ്യയുടെ അക്ഷതിൻ്റെയും പ്രണയം നിമിഷം വളർന്നുകൊണ്ടേയിരുന്നു. പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ ഓരോ ദിവസവും അവർ അതീവ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. ഇതിനോടകം തന്നെ ഓഫീസിൽ പലരിലായി ഈ ന്യൂസ് പരന്നിരുന്നു. ഇപ്പോൾ പഴയതുപോലെയല്ല. ആരോഗ്യ കാണുമ്പോൾ മറ്റ് സ്റ്റാഫുകൾക്കൊക്കെ ഒരു പ്രത്യേക ബഹുമാനമുണ്ട്. ആരോഗ്യയ്ക്ക് അതൊക്കെ ചെറിയൊരു വല്ലായ്മയുണ്ടാക്കി. നന്ദകിഷോർ പോലും ഇപ്പോൾ ആരോഗ്യയെ മേഡം എന്നാണ് സംബോധന ചെയ്യുന്നത്. സാറിനെ ഇങ്ങനെ വിളിക്കരുത് കേട്ടോ. പല ആവർത്തി അവൾ പറഞ്ഞെങ്കിലും ആ വിളി മാറ്റാൻ നന്ദകിഷോർ തയ്യാറായില്ല. ചിലരൊക്കെ ആരോഗ്യയ്ക്ക് ലഭിച്ച ഭാഗ്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ മറ്റു ചിലരാവട്ടെ ആരോഗ്യ സിഇഒയെ വലവീശി പിടിച്ചതാണെന്ന കഥകളും പ്രചരിപ്പിച്ചു. തൽക്കാലം ഈ വക റൂമറുകൾക്കൊന്നും ചെവി കൊടുക്കാതെ മുന്നോട്ട് പോവുമായിരുന്നു ആരോഗ്യവും അക്ഷിതും. അതേസമയം തന്നെയാണ് അവരുടെ കമ്പനിയുടെ സക്സസ്ഫുൾ പാർട്ടി ഡിക്ലെയർ ചെയ്തത്. ഏകദേശം ഒരാഴ്ച കൂടിയുള്ള പാർട്ടിക്ക്. അക്ഷിത് കമ്പനിയുടെ ചുമതലയേറ്റിട്ട് ഇതിപ്പോൾ 5ാം വർഷമാണ്. കമ്പനി ഇപ്പോഴും വിജയകരമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ആഘോഷമാണത്. പാർട്ടിക്ക് വിവിധ കമ്പനികളിൽ നിന്നുള്ള പ്രമുഖരും പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു പാർട്ടിയാണിത്. നഗരത്തിലെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് പാർട്ടിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഡ്രസ് കോഡും ഉണ്ടായിരുന്നു. അന്നേ ദിവസം ഏറെ വൈകിട്ടും അക്ഷിത് ക്യാബിനിലേക്ക് വന്നില്ല. ആരോഗ്യ ഫോണെടുത്തവനെ വിളിച്ചെങ്കിലും മുഴുവൻ റിങ് ചെയ്തെങ്കിലും അവൻ കോളെടുത്തില്ല. അവൾക്കെന്തോ അസ്വാഭാവികത തോന്നി. സാധാരണ ലേറ്റ് ആകുമ്പോൾ അവൻ മെസ്സേജ് അയക്കാറുണ്ട്. എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടാകുമെന്ന് അവൾ സ്വയം ആശ്വസിച്ചു. ഓരോരോ വർക്കുകളിൽ മുഴുകി ആരോഗ്യ ക്യാബിനിലിരിക്കുന്ന സമയത്താണ് അക്ഷിത് ഡോർ തുറന്ന് അകത്തേക്ക് വന്നത്. പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ ആരോഗ്യ ഒരു കള്ള പരിഭവം കാണിച്ചു. സാർ, എന്താ ലേറ്റ് ആകുന്ന കാര്യം പറയാതിരുന്നത്? സോറി ആരോഗ്യ, ഞാൻ അല്പം ബിസിയായിപ്പോയി. അക്ഷിത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ലാപ്ടോപ്പ് ഓൺ ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് നടക്കാനിരിക്കുന്ന കോൺഫറൻസിന്റെ ഡീറ്റെയിൽസ് നോക്കാരോഹി. മീറ്റിംഗിന് ഇനി അരമണിക്കൂർ കൂടിയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത റിപ്പോർട്ട്സുമായി കോൺഫറൻസ് റൂമിലേക്കൊന്ന് താമ്പാ. തീർത്തും ഒഫീഷ്യലായി പറഞ്ഞുകൊണ്ട് അക്ഷിത് മുന്നോട്ട് നടന്നു. പിന്നാലെ തന്നെ ആരോഗ്യയും ലാപ്ടോപ്പും റിപ്പോർട്ടുമായി കോൺഫറൻസ് റൂമിലേക്ക് പോയി. ഒരു വിദേശ കമ്പനിയുമായിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നത്. കുറച്ചധികം ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. മീറ്റിംഗിൽ നല്ല രീതിയിൽ തന്നെ പ്രസന്റേഷനൊക്കെ കഴിഞ്ഞ് തിരികെ ക്യാബിനിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അക്ഷിത്. ആരോഗ്യ പിന്നാലെ ഓടി വന്ന് അവനൊപ്പം നടന്നു. എന്തു പറ്റി? ഇന്നൽപ്പം ഗൗരവത്തിലാണല്ലോ. ഏയ്, ഒന്നുമില്ലടോ, കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തു പറ്റി സാർ? എടോ, താൻ ആദ്യം ഈ സാർ വിളി ഒന്ന് നിർത്താമോ? കേട്ടിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു. പിന്നെ സിഇഒയെ കയറി ഒരു PS ഏട്ടാന്ന് വിളിക്കാൻ പറ്റുമോ? ആരോഗ്യ ചോദിച്ചതും അക്ഷിത് ചിരിയോടെ അവളെ ചുമരിലേക്ക് ചേർത്ത് പിടിച്ചു നിർത്തി. സിഇഒയെ PS ഏട്ടാന്ന് വിളിക്കണ്ട, പക്ഷെ ആരോഗ്യ വിളിക്കണം. ബിക്കോസ് യു ആർ മൈ വൈഫ്. അയ്യടാ, അതൊക്കെ ഭാര്യയായിട്ട് വിളിക്കാം. അതിനി നീ എന്തിനാ ലേറ്റാക്കുന്നത്? ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ നമ്മുടെ വിവാഹത്തിന്. ആര് പറഞ്ഞു? ആരോഗ്യ ചോദിച്ചു. ആ, അത് പറയാൻ വിട്ടുപോയി. തൻ്റെ അമ്മ എനിക്ക് മെസ്സേജ് അയച്ചു. അവരെന്നേതോ ജോത്സ്യനെ കാണാൻ പോയെന്നും വിവാഹത്തിന് ഡേറ്റ് കുറിപ്പിച്ചെന്നും പറഞ്ഞു. ആരോഗ്യയ്ക്ക് അതൊക്കെ ഒരു പുതിയ അറിവായിരുന്നു. തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഓ, ഞാൻ ഫോൺ നോക്കിയില്ല, ഞാൻ നോക്കട്ടെ. പെട്ടെന്ന് ആരോഗ്യ ഫോൺ എടുത്തു. ഡേറ്റ് കണ്ടതും അവളുടെ മിഴികളിൽ അതിശയം. എന്താടോ, എന്തോ പറ്റി? അല്ല, ഇത് അർജുനേട്ടന്റെ വിവാഹത്തിന് 3 ദിവസം മുമ്പുള്ള ഡേറ്റാണ്. ആ, ആണോ? അതെന്തായാലും നന്നായി. അക്ഷിത് കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ആരോഗ്യയുടെ അരയിലൂടെ ചേർത്ത് പിടിച്ചു. അതെ, ഞാൻ തനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനമോ? എന്ത്? അതൊക്കെ സർപ്രൈസ്. പറയേട്ടാ. പെട്ടെന്ന് ആരോഗ്യത പറഞ്ഞതും അക്ഷിത് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ക്ലോസ് യുവർ ഐസ്. ശേഷം അവൻ ടേബിളിന് മുകളിലിരുന്ന ആ കവറെടുത്ത് ആരോഗ്യയുടെ കയ്യിലേക്ക് കൊടുത്തു. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. അക്ഷയുടെ സ്വരം കാതിൽ പതിഞ്ഞതും ആരോഗ്യ കണ്ണു തുറന്നു. ആരോഗ്യയ്ക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല. എടോ, ഇങ്ങനെ നിൽക്കാതെ ആ പായ്ക്ക് ഓപ്പൺ ചെയ്യുക. അവളത് ഓപ്പൺ ചെയ്തു. മനോഹരമായ
ഒരു ഡീപ്പ് മെറൂൺ കളർ സാരിയായിരുന്നു അതിനുള്ളിൽ. തിളങ്ങുന്ന ഗോൾഡൻ കല്ലുകൾ വെച്ച് ഭംഗിയായി ഡിസൈൻ ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ സാരി. ഇഷ്ടായോ തനിക്ക്? ഒരുപാട് ഇഷ്ടായി. അക്ഷയ ഒന്ന് പുണർന്നുകൊണ്ട് ആരോഗ്യ പറഞ്ഞു. ഇതിലെ ഗോൾഡൻ കല്ലുകൾ കണ്ടോ? ഇതൊക്കെ റിയൽ ഗോൾഡാണ്. അക്ഷിത് പറഞ്ഞതും ആരോഗ്യ വിശ്വസിക്കാനാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. ശരിക്കും അപ്പോ ഇതിനൊരുപാട് വിലയില്ലേ? അവളത് പറഞ്ഞതും അവൻ അവളുടെ തലയിൽ ചെറുതായിട്ടൊന്ന് തട്ടി. അതിനിപ്പോ എന്താ? എന്നാലും പറയേട്ടാ, ഇതിന് എത്ര രൂപയായി? എടോ, ഒരാൾ സമ്മാനം തന്നാ അതിന്റെ വിലയൊന്നും ചോദിക്കരുത്, കേട്ടല്ലോ? അങ്ങനല്ല, ഇത്രയും വില കൂടിയ സമ്മാനങ്ങളൊന്നും വേണ്ടായിരുന്നു. എങ്കിൽ പിന്നെ തനിക്ക് വേണ്ടെങ്കിൽ അതങ്ങ് തന്നേക്ക്. അക്ഷത് ഗൗരവം ഭാവിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ തുടങ്ങിയതും അവൾ അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അയ്യട, ഞാനങ്ങും തരില്ല. ആ സമയം അക്ഷിത് അവളെ കണ്ടത് ഒരു കൊച്ചുകുട്ടിയുടെ കുറുമ്പായിരുന്നു. പരസ്പരം ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞത് പിന്നെ ആരോഗ്യ ഇടയ്ക്കൊക്കെ ഇങ്ങനെയാണ്. കുറുമ്പും കുസൃതിയും കൂടിയിട്ടുണ്ടെന്നും അവനും തോന്നും. ഒപ്പം തന്നോട് വല്ലാത്തൊരു കരുതലും സ്നേഹവും. ഇത്തിരി സമയം അവൻ വരാൻ ലേറ്റായെങ്കിൽ പെണ്ണിന് സമാധാനമില്ല. അവൾ പരവശയാകും. അതുകൊണ്ട് തന്നെ മാക്സിമം അക്ഷയ് അവളെ വിളിച്ച് കാര്യങ്ങൾ പറയും. തൻ്റെ പെണ്ണിൻ്റെ പ്രണയവും കരുതലും സ്നേഹവുമൊക്കെ ആവോളം അവനിപ്പോൾ ആസ്വദിക്കുന്നുണ്ട്. തന്നെ കാത്തിരിക്കാനൊരുവൾ, തൻ്റെ ഓരോ നിമിഷവും അവൾക്ക് മാത്രമായി പകുത്തു നൽകാൻ അവനും ഏറെ കൊതിച്ചുപോയി. എത്രയും പെട്ടെന്ന് വിവാഹം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയെന്നായിരുന്നു ഇരുവരുടെയും മനസ്സിലപ്പോൾ. എന്നാൽ ഇതേ സമയം ഈ വിവാഹം മുടക്കുവാൻ വേണ്ടി ഗൂഢമായ തന്ത്രങ്ങൾ മെനയുകയാണ് അകലെ ഒരുവൾ, പ്രിയങ്ക. തുടരും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് വേണം കേട്ടോ. പിന്നെ എൻ്റെ അസുഖവിവരം ഒരുപാട് പേര് ചോദിച്ചു. കാലിന് വേദനയുണ്ട്, എന്നാലും ഇത്തിരി കുറവായി കേട്ടോ. പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.